ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് അത് ഭയങ്കര ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് ആണ് മറ്റത് ആര് കേരളം ഭരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലെ ഇലക്ഷൻ റിസൾട്ടായിരിക്കും. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ജയിക്കുന്ന ആൾ കേരളം ഭരിക്കും. അത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലുള്ള സീറ്റിനെ നിലനിർത്തിയത് ഓരോ ഡിസ്ട്രിക്റ്റ് ആര് ജയിച്ചേക്കുന്നു, എത്ര സീറ്റ് വെച്ച് ഓരോ ഡിസ്ട്രിക്റ്റിൽ കിട്ടിയേക്കണം, ടോട്ടൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് LDFന് എത്ര കിട്ടി, അല്ലെങ്കിൽ LDFന് CPIMന് LDFന് എത്ര കിട്ടി, കോൺഗ്രസിന് UDF അല്ലെങ്കിൽ കോൺഗ്രസിന് UDFന് എത്ര കിട്ടി, CPIMന് LDFന് എത്ര കിട്ടി, ടോട്ടൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ടും ഇതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ 150 200 150 തോന്നുന്നു, എനിക്ക് എത്രയാണെന്നറിയാം, 140 150 ഈ ടോട്ടൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അംഗങ്ങൾ. 10 14 16 വെച്ചാണ് ഓരോ സ്ഥലത്തും തോന്നുന്നു. അപ്പോൾ 10 200 എത്രയാണ് ഇപ്പോൾ 150 200 എത്രയാണെന്ന് വെച്ചാൽ അത് ടോട്ടൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്, അതിൽ എത്ര കൂടുതൽ സീറ്റ് ആർക്ക് കിട്ടി അവർ ജയിക്കും. അടുത്ത പിന്നെ 6 മാസം കൊണ്ട് വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇലക്ഷൻ അപൂർവമായിട്ട് അങ്ങനെ ഒരു തവണ സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ LDF മറ്റേ സ്റ്റേറ്റ് ഇത് ഇലക്ഷനിൽ ഫുള്ളായിട്ട് ജയിച്ചിട്ട് അടുത്ത 6 മാസം കഴിഞ്ഞ് തോറ്റിട്ടുണ്ട്. അത് അങ്ങനെ ഒരു തവണ സംഭവിച്ചിട്ടുണ്ട്. ഈ അന്ന് ജില്ലാ പഞ്ചായത്തല്ലായിരുന്നു, അന്ന് ജില്ലയുടെ ഒരു വേറെ ഏതാണ്ട് ഒരു പേരൊക്കെ വന്നായിരുന്നു അതിൻ്റെ പേര്. അന്ന് കളക്ടർ ജില്ലയുടെ ചാർജുള്ള ഇലക്റ്റഡ് ബോഡിയുടെ താഴെയായിരുന്നു കളക്ടർ തന്നെ. ഇപ്പോൾ കളക്ടർ മേലെയാണ് വരുന്നത്. ഇപ്പോൾ പുതിയ ഇതിൽ അതേ സെയിം പോസ്റ്റിലാണോ ഡിസ്ട്രിക്ട് കളക്ടർ, വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അന്ന് മറ്റേ കളക്ടർ ഇവരുടെ അണ്ടറിലാണ് വരുന്നത്. ഈ ഇലക്റ്റഡ് ബോഡിയുടെ കീഴെയായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടറും ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസും കമ്മീഷണറും ഒക്കെ വരുന്നത്. ആ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാം ഇലക്റ്റഡ് ബോഡിയുടെ കീഴെയായിരുന്നു കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് മറ്റേ ഇവരെ അമേരിക്കയിലൊക്കെ ഡിസ്ട്രിക്ട് അറ്റോർണിയോട് തീരുമാനിച്ചിട്ടാണ് അവിടെയുള്ള പോലീസ് ഹെഡിനെയും ആ ഡിസ്ട്രിക്റ്റിലെ പോലീസ് ഹെഡ് ആ ഡിസ്ട്രിക്റ്റിലെ മറ്റേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനത് ആളുകൾ അങ്ങനെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റ് അറ്റോർണീനെ തീരുമാനിക്കണം. അത് അവിടെ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് അറ്റോർണിയാണെന്ന് തോന്നുന്നു ഇലക്റ്റഡ് ബോഡി. അത് ഇലക്റ്റഡ് ബോഡിയാണോ? അവിടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജ് വഹിക്കുന്ന ആളുകളുടെ പെർമിഷനോടുകൂടി അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുപാട് പവറാണ്. അത്രയും പവർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യമില്ല. ഒരു കാര്യവും നടക്കണില്ല. ചുമ്മാ കുറേ പവർ കയ്യിൽ വെച്ച് പവർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമല്ലാണ്ട് ഒരു ജനങ്ങൾക്കൊരു ഉപയോഗമില്ല, ഒരു കാര്യമില്ല ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വെച്ച്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കുറേ പവേഴ്സ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറ്റണം. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഈ ഇലക്റ്റഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് പവർ കൂട്ടണം. ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, അവർക്ക് പവർ കൂട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് കുറേ പവേഴ്സ് ഇവർക്ക് കൊടുക്കണം. ഇത് ചുമ്മാ ഞാൻ പവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണമല്ലാണ്ട് ഒരു ഉപയോഗമില്ല. ഒരു മനുഷ്യന് 10 പൈസയുടെ പ്രയോജനമില്ല ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വെച്ച്. ഒരു കാര്യവും നടക്കണമില്ല, ഒരു വികസനവും നടക്കണില്ല, ഒരു പരിപാടിയും നടക്കണില്ല. അപ്പോൾ കുറേ പവറുകൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ നിന്ന് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കും മാറ്റണം. അത് പാർലമെൻറ്റിൽ അതിന് നിയമനിർമ്മാണം ചെയ്തിട്ട് അതിൻ്റെ പവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം, പവേഴ്സ് മാറ്റണം.